ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിസ് ആൻഡ് സ്പീച്ച്. 2024 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ എല്ലാ ആഴ്ചയും ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം അറിയാമെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യം, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? ഉത്തരം ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം വളരെ എളുപ്പമായതുകൊണ്ട് എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. PN പണിക്കരുടെ മുഴുവൻ പേരെന്ത്? PN പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ 10 ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി 15 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുക. ആ വീഡിയോ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19. അടുത്ത ചോദ്യം, വായനാ വാരം എന്നു മുതൽ എന്ന് വരെ? ഉത്തരം അറിയാമെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. വായനാ വാരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. ഇതുവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ സന്ദേശമാണിത്? ഉത്തരം അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. ഈ
ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണിത്. ബാക്കി 15 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. അടുത്ത വീഡിയോ ലഭിക്കാനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. PN പണിക്കർ ജനിച്ചതെവിടെ? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.